അപ്പോൾ ആദ്യം തന്നെ പാലക്കാട്ടേക്കാണ്. ഇന്നലെ ആവേശകരമായ കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞു. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. നാളെയാണ് മണ്ഡലം വിധി എഴുതുക. അപ്പോൾ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശം ഒട്ടും ചോരാതെയാണ് സ്ഥാനാർത്ഥികൾ ഇന്ന് പരമാവധി വോട്ടുറപ്പിക്കാൻ നിശബ്ദ പ്രചാരണത്തിനായി ഇറങ്ങുന്നത്. ദിവസത്തെ പരസ്യ പ്രചാരണങ്ങൾക്കാണ് ഇന്നലെ പരിസമാപ്തിയായത്. വിമർശനങ്ങൾക്കും അടിയൊഴുക്കുകൾക്കും തടയിട്ടാണ് മൂന്ന് മുന്നണികളും കൊട്ടിക്കലാശം പൂർത്തിയാക്കിയത്. അതേ ആവേശം ഒട്ടും ചോരാതെയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് നിശബ്ദ പ്രചാരണത്തിനിറങ്ങുന്നത്. പതിവ് പോലെ രാവിലെ വോട്ടർമാരിലേക്ക് ഇറങ്ങി അവസാന നിമിഷവും വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. പരസ്യ പ്രചാരണത്തിനിടെ കാണാൻ വിട്ടുപോയവർ, ഏതെങ്കിലും തരത്തിൽ എതിർ പാർട്ടികളോട് എതിർപ്പുള്ളവർ, സാമുദായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവരുമായും കൂടിക്കാഴ്ച നടത്തും. ഒപ്പം ഏതെങ്കിലും രീതിയിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകളെ സ്വന്തം പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമവും പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ന്യൂസ് മലയാളം, പാലക്കാട്. അങ്ങനെ വലിയ വലിയ വിവാദങ്ങളും സർപ്രൈസുകളും ഒക്കെ നിറഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും ഒരുപോലെ തന്നെ പ്രതീക്ഷയിലാണ്. പ്രചാരണത്തിനിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ പോലെ ഉപതെരഞ്ഞെടുപ്പിനെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. ഒക്ടോബർ 15-നാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വന്നത്. ഒക്ടോബർ 16, 11:45 ഉപതെരഞ്ഞെടുപ്പ് ത്രില്ലറിലെ ആദ്യ സംഭവം. കോൺഗ്രസ് സോഷ്യൽ മീഡിയ വിഭാഗം സംസ്ഥാന കൺവീനറായിരുന്ന പി സരിൻ കലാപക്കൊടി ഉയർത്തി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയാക്കിയെന്നായിരുന്നു പരാതി. പാർട്ടി പുനഃപരിശോധിക്കണം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, പുനഃപരിശോധിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ബെറ്റർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു കോൺഗ്രസ് ഇലക്ഷൻ പകുതി അവിടെ ജയിച്ചു. കാരണം എന്താ? ഈ വോട്ടർമാർക്ക് ഒരു വിശ്വാസം കൊടുക്കാൻ ഇത് ആരെങ്കിലും കെട്ടിയിറക്കിയതല്ല. ഇത് ഞങ്ങളുടെ കൂട്ടായ തീരുമാനമാണ്, ഞങ്ങളുടെ മുന്നണിയുടെ കൂട്ടായ തീരുമാനമാണ്. ഇവനെ ജയിപ്പിക്കേണ്ടത്, ഈ സ്ഥാനാർത്ഥി ജയിച്ചു വരേണ്ടത് പാലക്കാടിന്റെ ജനാധിപത്യ ബോധത്തിനും കേരളത്തിന്റെ മതേതര ബോധത്തിന്റെയും ആവശ്യമാണ്. CPIM സരിനെ വലിയെറിഞ്ഞു. ഒക്ടോബർ 17 രാവിലെ 11:45 പാലക്കാട് പ്രസ് ക്ലബ്ബിൽ വെച്ച് കോൺഗ്രസ് വിടുന്നതായി സരിന്റെ പ്രഖ്യാപനം. ചേർന്ന് നിൽക്കേണ്ടത് എവിടെയാണ് എന്ന കൃത്യമായ ബോധ്യം രൂപപ്പെട്ട് വരുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരിടത്താണ് എന്നുള്ളതാണ് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നത്. ഒക്ടോബർ 18 സരിനെ CPIM ഔദ്യോഗികമായി സ്വീകരിച്ചു. പിന്നീട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം. UDF-ൽ അടുത്ത വിവാദം. കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് വിഭാഗം കേന്ദ്ര നേതാക്കൾക്ക് അയച്ച കത്ത് പുറത്തു വന്നു. കോൺഗ്രസ് നേതാക്കൾ മറുപടി പറഞ്ഞ് മടുത്തു. ഞാൻ തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞാണ് ഈ അടുത്തൊന്നും മത്സരിക്കാനില്ല. അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു നിർദ്ദേശമാണ്, അത് ഞങ്ങൾ ഹൈക്കമാൻഡിന് സമർപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഇഷ്ടം, ഞാനതിൽ എസോ നോ എന്നും പറയുന്നില്ല. പക്ഷേ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരാണ്. അപ്പോൾ അതനുസരിച്ച് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചു. ഇനിയിപ്പോൾ പഴയ കത്തിന് പ്രസക്തിയില്ല. കത്ത് പോയതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത് സ്വാഭാവികമാണ്. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ നമ്മൾ അഭിപ്രായങ്ങൾ എഴുത്തിലൂടെ അറിയിക്കുന്നതിലില്ലാത്ത അസ്വാഭാവികതയില്ല. ഇതിനിടെ കോൺഗ്രസ് നേതാക്കളായ AK ഷാനി, പിരായിരി പഞ്ചായത്തിലെ പ്രാദേശിക നേതാക്കളായ സിതാര, ശശി എന്നിവർ സരിന് പിന്തുണ പ്രഖ്യാപിച്ചു. അടുത്ത വിവാദം BJP-യിലാണ്. സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാറിനെതിരെ കടുത്ത അമർഷം. ശോഭാ സുരേന്ദ്രൻ അകന്നു നിൽക്കുന്നു. NDA കൺവെൻഷനിൽ വേദിയിൽ ഇടം കിട്ടാത്തതിന് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോകുന്നു. കുറച്ചു ദിവസം മൗനം പാലിച്ച സന്ദീപ് കൃഷ്ണകുമാറിനെതിരെ പൊട്ടിത്തെറിക്കുന്നു. നവംബർ 5 രാത്രി 11:30 പാലക്കാട് KPM ഹോട്ടലിൽ കള്ളപ്പണം വന്നുവെന്ന രഹസ്യവിവരം. പോലീസ് റെയ്ഡ്. ഹോട്ടലിൽ താമസിച്ചിരുന്ന ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും മുറിയിൽ പരിശോധന നടത്തിയത് വിവാദം, സംഘർഷം.
രാഹുലിനായി കള്ളപ്പണം കൊണ്ടുവന്നുവെന്ന് CPM ആരോപണം. നീല ട്രോളി ബാഗ് വിവാദം. CCTV ദൃശ്യങ്ങൾ പുറത്ത്. പെട്ടിയിൽ പണമാണെന്ന് CPM-ഉം വസ്ത്രമാണെന്ന് കോൺഗ്രസ്. ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കള്ളപ്പണം ഇത് വന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിച്ചല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിക്കോട് താമസിച്ച ഹോട്ടലിലും ഉണ്ടാവും ഈ നീല ട്രോളി. അവിടെ ആർക്കും കൊണ്ടുപോയതാ? ഇതേ നീല ട്രോളി അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഡിക്കിയിലിരിക്കണേ. മാർക്കൊന്നും വേറെ പണിയില്ലേ? നാണം കെട്ട് നടക്കണം. നാണം കെട്ടിട്ട് ഈ മന്ത്രിയുടെ അളിയനും കൂടി ഉണ്ടാക്കിയതാണ് ഈ ഗൂഢാലോചന മുഴുവൻ. അതിനിടയിൽ ഒരു ഹസ്തദാന വിവാദവും. കല്യാണ സ്ഥലത്ത് കണ്ട ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും നേരെ കൈനീട്ടി സരിൻ. കൈ കൊടുക്കാതെ ഷാഫിയും രാഹുലും. ഇതിനിടയിൽ PV അൻവറിന്റെ ശക്തി പ്രകടനം. ജൂനിയർ ആർട്ടിസ്റ്റുകൾ സത്യം പറഞ്ഞപ്പോൾ എല്ലാം പൊളിഞ്ഞു. വേറെ ഷൂട്ടിങ്ങിനൊക്കെ പോകും. എറണാകുളമൊക്കെ പോയിട്ടുണ്ട്. എല്ലാം ശാന്തമായെന്ന് കരുതുമ്പോഴാണ് ഇരട്ട വോട്ട് വിവാദം. കോൺഗ്രസും BJP-യും കള്ളവോട്ട് ചേർത്തെന്ന് CPM. സരിനും സൗമ്യ സരിനും പാലക്കാട് എങ്ങനെ വോട്ട് വന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോൾ സൗമ്യ തന്നെ ദുബായിൽ നിന്നും നേരിട്ടെത്തി വിശദീകരിച്ചു. വളരെ ദൗർഭാഗ്യകരമായിട്ട് വീണ്ടും അനാവശ്യമായി എൻ്റെ പേര്, അതും ഒരു വ്യാജ വോട്ടർ, ഒരു കള്ളി എന്നുള്ള രീതിയിൽ വ്യാജ വോട്ടിന് ഉടമ അല്ലെങ്കിൽ വ്യാജ വോട്ടർ പട്ടികയിൽ വ്യാജമായിട്ട് പേര് ചേർത്തു എന്നൊക്കെ പറഞ്ഞ്, അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതായിട്ട് ഞാൻ ഷാർജയിൽ ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ കണ്ടത്. ഇതുവരെ ഗോളടിക്കാതെ നിന്ന കോൺഗ്രസ് എക്സ്ട്രാ ടൈമിൽ ഗോൾ വല കുലുക്കി. CPM-ലേക്ക് പോകുമെന്ന് കരുതിയ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി K. സുരേന്ദ്രനും സംഘവുമാണ്. ഇതുകൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. സർപ്രൈസുകൾ ഇനിയും ഉണ്ടാകാം. അതിനായി വോട്ടെടുപ്പ് വരെ കാത്തിരിക്കാം. പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.